ഹായ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. യു ആർ വാച്ചിങ് ഡയലോഗ് 360 ബൈ ജിംജു. ഷിരൂരിൽ മണ്ണിടിച്ചിൽ ദുരന്തത്തിൽപ്പെട്ട അർജുൻ റെസ്ക്യൂ ഓപ്പറേഷനിൽ ഉണ്ടായ പുരോഗതി കഴിഞ്ഞ ദിവസം ഇപ്പോൾ പുറത്തു വന്നത് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഈ റെസ്ക്യൂ ഓപ്പറേഷനിൽ ഇതുവരെ നമുക്കുണ്ടായിരുന്ന അസംഷൻ, നമ്മുടെ പ്രഡിക്ഷൻ, ഇതൊക്കെ നേരെ തലകീഴായി മറിയുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതേതെങ്കിലും അവിശ്വസനീയമായ ഒരു സോഴ്സിൽ നിന്നുള്ള വിവരം അല്ല, മറിച്ച് കൃത്യമായി നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു സോഴ്സ്. ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ആദ്യ നാൾ മുതൽ, അല്ലെങ്കിൽ ആദ്യ ഘട്ടം മുതൽ അവിടെ ഉണ്ടായിരുന്ന കാസർഗോഡ് മഞ്ചേശ്വരം MLA ശ്രീ AKM അഷ്റഫിൻ്റെ വാക്കുകൾ ഈ കൃത്യമായ കാര്യത്തെ സാധൂകരിക്കുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളൊന്ന് കേൾക്കാം. എനിക്ക് പറയാനുള്ളൊരു കാര്യമുണ്ട്. ഞാൻ എത്തിയപ്പോൾ നമ്മളെ ജിതിൻ, അഞ്ജുവിൻ്റെ ഭർത്താവ്, അർജുൻ്റെ പെങ്ങളുടെ ഭർത്താവ് ജിതിൻ അവിടെയുണ്ട്. ഞങ്ങൾ അവരോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് രഞ്ജിത്ത്, അതോടൊപ്പം ഈ ലോറിയുടെ ഉടമ ഒരു മനാഫ്, അവരൊക്കെ പറഞ്ഞു ഈ GPS-ൻ്റെ നമ്മുടെ റിങ്ക് ചെയ്ത കാര്യങ്ങൾ പറഞ്ഞ് ഈ റോഡിൻ്റെ ഒരു വശത്ത് കുമിഞ്ഞുകൂടിയ മണ്ണ് കാണിച്ചു. ഈ മണ്ണിനകത്താണ് ഈ ട്രക്കുള്ളത്, ഇത് എടുത്തു മാറ്റാൻ ഇവിടുത്തെ ഭരണകൂടം സമ്മതിക്കുന്നില്ല. ആ സമയത്താണ് കർണാടകത്തിൻ്റെ റവന്യൂ മന്ത്രി കൃഷ്ണ ബൈരേഗൌഡ എത്തുന്നത്. ഞാൻ അന്ന് അദ്ദേഹത്തോട് ഞാൻ കൃത്യമായി അദ്ദേഹം പറഞ്ഞു, ഇതിലൊന്നുമില്ല പുഴയിലെന്ന്, ഇവിടുത്തെ MLA പുഴയിലെന്ന് പറഞ്ഞു, SP പുഴയിലെന്ന് പറഞ്ഞു. ഇവരൊക്കെ ഗംഗാവളി പുഴയെ കാണിച്ച നമ്മുടെ ക്യാൻറ്റീൻ്റെ പിറകു വശത്തുള്ള സ്ഥലത്ത് ഇത് മുങ്ങി താഴ്ന്നിട്ടുണ്ടാകാം, ഇത് കീഴ്മറിഞ്ഞ് മേൽ മറിഞ്ഞത് കൊണ്ടാകാം, ഈ ലോക്സ് ഒന്നും പുറത്തു വരാമെന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒരു പ്രാവശ്യമൊന്നുമില്ല, ആവർത്തിച്ച്. ഞാനിപ്പോൾ അവരോട് കന്നഡത്തിലാണ് സംസാരിക്കുന്നത്. അപ്പോഴൊക്കെ ഞാൻ നമ്മുടെ രക്ഷാപ്രവർത്തകർക്ക് വേണ്ടി, ജിതിന് വേണ്ടി നമ്മൾ നിരന്തരമായി വാദിച്ചത് ഈ മണ്ണുകൾക്കടിയിലുണ്ട്. അങ്ങനെ ഒരു 2-3 ദിവസം നമ്മളെ ഇടയിൽ നിന്ന് നമുക്ക് നഷ്ടപ്പെട്ടു. രക്ഷാപ്രവർത്തനത്തിൻ്റെ ആദ്യഘട്ടത്തിലെ ഭരണകൂടത്തിൻ്റെ അലംഭാവവും നിസ്സംഗതയും ഒക്കെ ജനശ്രദ്ധയിൽ കൊണ്ടുവന്നതും ഈ പ്രശ്നം ഏറ്റെടുത്തുമൊക്കെ മാധ്യമങ്ങളാണെങ്കിൽ പോലും അതിനുശേഷമുള്ള 2-3 ദിവസം ഈ കാര്യങ്ങളൊക്കെ വൈകാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം നമ്മൾ കേരളത്തിൽ നിന്നടക്കം പോയ ചില രക്ഷാപ്രവർത്തകർ കൊടുത്ത തെറ്റായ വിവരത്തിൻ്റെ, തെറ്റായ ധാരണയുടെ ഫലമാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ വാർത്തകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. എങ്കിലും ഇത്തരം ഘട്ടങ്ങളിൽ നമ്മൾ പാലിക്കേണ്ട സംയമനം, നമ്മൾ പാലിക്കേണ്ട ഒരു കൺട്രോൾ, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഉണ്ടായത്. ആ തരത്തിലുള്ളൊരു ഫലമാണ്, ആ തരത്തിലുള്ളൊരു റിസൾട്ടാണ് ഇതിൻ്റെ അവസാനം ഉണ്ടാകുന്നത് എന്ന് വേണം നമുക്ക് കാണാൻ. കൂടുതൽ അപ്ഡേഷനുമായി വീണ്ടും കാണാം. ബൈ.